രാഷ്ട്രീയ മണ്ണിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു വൻ ഭൂകമ്പമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിൽ ഇരു മുന്നണികളുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് അണികളും നേതാക്കളും കൂട്ടത്തോടെ BJPയിലേക്ക് ഒഴുകുകയാണ്. ഇത് വെറും ഒരു കൂടുമാറ്റമല്ല, മറിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം താമരകൾ വിരിയുമെന്ന ഉറച്ച പ്രഖ്യാപനം തന്നെയാണ്. എന്തുകൊണ്ടാണ് CPMന്റെയും കോൺഗ്രസിന്റെയും കരുത്തരായ നേതാക്കൾ പെട്ടെന്നിങ്ങനെ BJPയുടെ ഭാഗമാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ആ വലിയ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നാണ് ഈ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ ഏറ്റവും ശക്തമായ അലയൊലികൾ ഉയരുന്നത്. CPMന്റെ അചഞ്ചലമായ കോട്ടയായിരുന്ന വർക്കലയിൽ പാർട്ടിയുടെ കരുത്തുറ്റ നേതാവായിരുന്ന അന്തരിച്ച സുന്ദരേശന്റെ മകൾ സ്മിത BJPയിൽ ചേർന്നത് ഇടതുപക്ഷത്തിന് ഏൽപ്പിച്ച ആഘാതം വിവരിക്കാനാവില്ല. തലമുറകളായി കമ്മ്യൂണിസ്റ്റ് രക്തം സിരകളിലുള്ള കുടുംബങ്ങൾ പോലും ഇന്ന് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച BJPക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പാർട്ടി ഗ്രാമങ്ങളിൽ CPM നേരിടുന്ന വലിയൊരു തകർച്ചയുടെ തുടക്കം മാത്രമാണ്. കുടുംബവേരുകൾ ഇടതുപക്ഷത്താണെങ്കിലും നാടിന്റെ നന്മയ്ക്കായി BJPയാണ് ഏക ബദലെന്ന് അവർ തിരിച്ചറിയുന്നു. കമ്മ്യൂണിസ്റ്റ് കൊട്ടാരങ്ങൾ തകർന്നടിയുമ്പോൾ അത് AKG സെന്ററിലെ നേതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സത്യമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അവസ്ഥയാകട്ടെ ഇതിലും പരിതാപകരമാണ്. ഗ്രൂപ്പ് പോരിലും നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും മനം മടുത്ത പ്രവർത്തകർ കൂട്ടത്തോടെ BJPയിലേക്ക് ഒഴുകുകയാണ്. BS അനൂപ്, RS അരുൺരാജ് തുടങ്ങിയ യുവനിരയുടെ മാറ്റം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. പത്മജ വേണുഗോപാലിന് പോലും കോൺഗ്രസിൽ നീതി ലഭിക്കാത്ത സാഹചര്യം വന്നതോടെ സാധാരണ പ്രവർത്തകർക്ക് BJP മാത്രമാണ് ഏക ആശ്രയമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കൈവിട്ട കളിയിൽ കോൺഗ്രസ് തകർന്നടിയുമ്പോൾ വികസനത്തിന്റെ താമര വിരിയിക്കാൻ കേരളത്തിലെ യുവത്വം ഒന്നടങ്കം മുന്നിട്ടിറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം നേതാക്കൾ ഇപ്പോൾ BJP ഒരു രക്ഷകനായി കാണുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളോടുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം തന്നെയാണ്. കേന്ദ്ര ഭരണത്തിന്റെ തുടർച്ചയും ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തണമെന്ന ആഗ്രഹവുമാണ് നേതാക്കളെ BJPയിലേക്ക് ആകർഷിക്കുന്നത്. PC ജോർജ്, മകൻ ഷോൺ ജോർജ്, സംവിധായകൻ മേജർ രവി തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യം BJPക്ക് വലിയ രാഷ്ട്രീയ മൈലേജാണ് നൽകുന്നത്. കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണമെന്നും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണത്തിന് വിരാമമിടണമെന്നും ആഗ്രഹിക്കുന്ന യുവാക്കളാണ് ഈ ഒഴുക്കിൽ മുന്നിലുള്ളത് എന്നത് വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. ഇനി 2020 പോലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ NDA മുന്നണിയുടെ ഭാഗമായത് കിഴക്കമ്പലം പോലുള്ള മേഖലകളിൽ BJPക്ക് വലിയ കരുത്തായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ BJPക്ക് നേരത്തെ കൽപ്പിക്കപ്പെട്ടിരുന്ന ആ രാഷ്ട്രീയ മൈത്വം ഇന്ന് പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ BJPയെ ഒരു ബദലായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. നിയമസഭയിൽ ഇത്തവണ ഒന്നിലധികം മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ പ്രമുഖർ BJPയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ അട്ടിമറികൾക്ക് കാരണമാകുമെന്നും ഉറപ്പാണ്. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. ഇനി താമര വിരിയുന്ന കാലമാണ്. ഇതിനെ വെറുമൊരു കൂടുമാറ്റമെന്നോ രാഷ്ട്രീയ മാറ്റമെന്നോ വിളിച്ചാൽ അത് തെറ്റാകും. കാരണം സ്വന്തം പാർട്ടിക്കാർ പോലും പ്രസ്ഥാനം വിട്ട് BJPയിലേക്ക് വരുന്നുണ്ടെങ്കിൽ BJP ഇന്ന് കേരളത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വികസനത്തിനായി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന്റെ പേര് BJP എന്നാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇടത് വലത് മുന്നണികളിലെ കരുത്തരായ നേതാക്കൾ ഇന്ന് പഴയ തട്ടകങ്ങൾ ഉപേക്ഷിച്ച് മാറ്റം തേടി BJPയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഇത്തരമൊരു മാറ്റം സംഭവിക്കുന്നത്? ഇത്രയും കാലം ഇരട്ടച്ചങ്കരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭരണത്തിന്റെയും തകർച്ചയുടെ തുടക്കമാണിതെന്ന് പറയാം. ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിച്ചവർ നയിക്കുന്ന കപ്പൽ ഇന്ന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയും കടക്കെണിയും മുഖമുദ്രയാക്കിയ ഇടത് സർക്കാരിന്റെ കപട വികസന വാഗ്ദാനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലൈഫ് മിഷൻ മുതൽ സ്വർണ്ണക്കടത്ത് വരെ നീളുന്ന വിവാദങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്വന്തം അണികൾ പോലും പാർട്ടിയെ കൈവിടുകയാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് ഒഴുകുമ്പോൾ അത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനുള്ള ജനകീയ മറുപടി തന്നെയാണ്. ഭരണപക്ഷത്തെ പിണറായി വിജയന്റെ പരാജയങ്ങൾ ഒരു വശത്തെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നയമില്ലാത്ത രാഷ്ട്രീയമാണ് മറുവശത്ത് കോൺഗ്രസിനെ തകർക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത ഒരു നേതാവായി സതീശൻ മാറിയിരിക്കുകയാണ്.
അണികൾ കൂട്ടത്തോടെ BJP-യിലേക്ക് ഒഴുകുമ്പോൾ അത് തടയാൻ കഴിയാതെ വെറും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുകയാണ് ഇന്നത്തെ പ്രതിപക്ഷം. ഗ്രൂപ്പ് പോരിനും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനുമുള്ള നെട്ടോട്ടത്തിനിടയിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. പത്മജ വേണുഗോപാലിനെ പോലും മാന്യമായി പരിഗണിക്കാൻ കഴിയാത്ത സതീശന്റെ നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയധികം നാണക്കേടുകൾക്കിടയിലും ഇത് മറച്ചു പിടിക്കാൻ CPM-ഉം കോൺഗ്രസും ചേർന്ന് പയറ്റുന്ന നാടകങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJP ഒന്ന് മുന്നേറുന്നു എന്ന് കണ്ടാൽ ഉടനെ ഈ ശത്രുക്കൾ ഒന്നാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. CPM BJP അന്തർധാര എന്ന് കോൺഗ്രസും കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്ന് CPM-ഉം പരസ്പരം ആരോപിക്കുമ്പോൾ ജനങ്ങൾ ഇത് ചിരിച്ചു തള്ളുകയാണ്. സത്യത്തിൽ BJP-യെ തടയാൻ വേണ്ടി ഈ രണ്ട് മുന്നണികളും അണിയറയിൽ ഒരുമിക്കുന്നു എന്നതാണ് വാസ്തവം. കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് BJP മുൻനിരയിലേക്ക് വരുമ്പോൾ തങ്ങളുടെ നിലനിൽപ്പിനായി പഴയ ശത്രുത മറന്ന ഇവർ ഒന്നാകുന്നു. ഈ നാടകം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വർക്കലയിൽ സ്മിതയ്ക്കും ചിറയൻകീഴിൽ BS അനൂപുമൊക്കെ ഉയർത്തുന്ന വെല്ലുവിളിയിൽ വിറയ്ക്കുന്ന ഇടത് വലത് മുന്നണികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കള്ളക്കഥകളുമായി രംഗത്തെത്തും. കേന്ദ്ര ഭരണത്തിന്റെ തുടർച്ചയും നരേന്ദ്രമോദിയുടെ വികസന ഗ്യാരണ്ടിയും കേരളത്തിലും പ്രതിഫലിക്കുമെന്ന ഉറപ്പായതോടെ ഈ മുന്നണികൾ പരിഭ്രാന്തിയിലാണ്. പത്മജ വേണുഗോപാലും PC ജോർജും മേജർ രവിയുമൊക്കെ കാവിയണിഞ്ഞത് വെറുതെയല്ല. അത് വികസനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ ഇവർക്ക് നന്നായിരിക്കും. ഇനിയെങ്കിലും ഭരണാധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ടിയിലുള്ള നേതാക്കൾ ഇന്ന് BJP-യിലേക്ക് വരുന്നത് നിങ്ങളുടെ അഴിമതിയും സ്വജനപക്ഷപാതവും സഹിക്കാൻ വയ്യാതെയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയല്ല അവർക്ക് വേണ്ടത്, മറിച്ച് ജനങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ്. വികസനമാണ് നാടിന് വേണ്ടതെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ തയ്യാറാണെന്ന ഉറച്ച വിശ്വാസമാണ് ഇന്ന് ഓരോ നേതാവിനെയും BJP പാളയത്തിൽ എത്തിക്കുന്നത്. മോദി ഭരണത്തിന് വികസന ഗ്യാരണ്ടി കേരളത്തിന്റെ ഓരോ വീട്ടിലും എത്തുമ്പോൾ അത് തടയാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന പിണറായി വിജയന്റെയും VD സതീശന്റെയും കപട രാഷ്ട്രീയ നാടകങ്ങൾ ഇന്ന് ജനങ്ങൾക്കറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇത്രയും കാലം ഇവിടെ ഭരണം നിശ്ചയിച്ചിരുന്നത് AKG സെന്ററും ഇന്ദിരാഗാന്ധി ഭവനും മാത്രമായിരുന്നു. എന്നാൽ ആ കാലം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് പുതിയ തലമുറ, വെറും കൊടി പിടിക്കുന്ന അണികളായല്ല ചിന്തിക്കുന്നത്. അവർക്ക് വേണ്ടത് തൊഴിലും വികസനവും സുരക്ഷിതവുമായ ഒരു ഭാവിയുമാണ്. ഈ ഒരു തിരിച്ചറിവാണ് പല പ്രമുഖ നേതാക്കളെയും തങ്ങളുടെ പഴയ തട്ടകങ്ങൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. BJP-യിലേക്ക് ഒഴുകുന്ന ഈ നേതാക്കൾ കേവലം അധികാരക്കൊതി കൊണ്ടല്ല വരുന്നത്, മറിച്ച് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും തൊഴിലില്ലായ്മയ്ക്കും ഏക പരിഹാരം കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്തുണയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇടത് വലത് മുന്നണികൾ ഇത്രയും കാലം ജനങ്ങളെ വിഭജിച്ചു നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. BJP-ക്കെതിരെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്താൻ അവർ നടത്തിയ ശ്രമങ്ങൾ ഇന്ന് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ്. കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും, അത് കിസാൻ സമ്മാൻ നിധി ആയാലും ജൽജീവൻ മിഷൻ ആയാലും, ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഓരോ മലയാളിയുടെയും വീട്ടുമുറ്റത്ത് എത്തുന്നുണ്ട്. ഈ വികസന രാഷ്ട്രീയം നേരിൽ കാണുന്ന ജനങ്ങൾക്കും അണികൾക്കും മുന്നിൽ ഇനി എത്ര നാടകം കാണിച്ചാലും പിണറായി വിജയനും VD സതീശനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും. വമ്പൻ സ്രാവുകൾ ഇനിയും BJP-യിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സൂചനകൾ. ഈ തിരഞ്ഞെടുപ്പ് കേവലം ഒരു മത്സരമല്ല, അത് കേരളത്തിലെ രണ്ടാം വിമോചന സമരമാണ്. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം. അതുകൊണ്ട് ഈ മാറ്റം ഒരു തുടക്കം മാത്രമായി നിങ്ങൾ കാണുക. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.